ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് എന്ന് തോന്നും. പക്ഷെ അക്കരെ ചെന്ന് കഴിയുമ്പോൾ ഇക്കരെയാണ് പച്ചയെന്ന് തോന്നും. അങ്ങനെ മനുഷ്യനൊരിക്കലും സംതൃപ്തിയില്ലാത്ത മനുഷ്യനാണ്. ദൈവം മനുഷ്യനെ അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് എന്താവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ ദൈവം നമുക്ക് തരാറുണ്ട്, തന്നിട്ടുമുണ്ട്. എന്നാൽ പലപ്പോഴും നാം അതിലൊന്നും തൃപ്തരല്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരുടെ അവസ്ഥയെ വീക്ഷിച്ചിട്ട് എനിക്ക് ആ അവസ്ഥയിലായാൽ മതി, അതായിരുന്നു നല്ലത്, അവിടെ ജനിച്ചിരുന്നെങ്കിൽ, ആ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എങ്കിൽ, ആ പദവി ഉണ്ടായിരുന്നു എങ്കിൽ എന്നൊക്കെ പലപ്പോഴും മനുഷ്യൻ ഹൃദയത്തിൽ ചിന്തിക്കാറുണ്ട്. ഞാനൊരു കഥ ഓർത്തു പോവുകയാണ്. ഒരു കാലത്ത് ഒരു രാജ്യത്ത് പറങ്കിമാവിൻ്റെ കഥയാണത്. ആ രാജ്യത്ത് അന്ന് പറങ്കിപ്പഴത്തിൻ്റെ ഉള്ളിലായിരുന്നു പോലും അതിൻ്റെ ഫലമിരുന്നത്. അതായത് പറങ്കേണ്ടിയിരുന്നത് ആ പഴത്തിൻ്റെ അകത്താണ്. ആ പഴത്തിനുള്ളിൽ സുഖകരമായി കഴിഞ്ഞിരുന്ന സമയത്ത് കാട്ടിലൊരു ഉത്സവം ഉണ്ടാവുകയാണ്. എല്ലാ പക്ഷിമൃഗാദികളും ഒരുമിച്ച് ചേർന്നുള്ള വലിയ ഒരു സംഗമം. ആ കാട് മുഴുവൻ പാട്ടും കൊട്ടും കുരവയും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായി അവർ അത് ആസ്വദിക്കുകയാണ്. പറങ്കിയണ്ടിക്കാണെങ്കിൽ ഈ പറങ്കിമാവിൻ്റെ പഴത്തിനുള്ളിൽ നിന്നും പുറത്തു വരുവാൻ ഒരാഗ്രഹം. അതിങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഈ സ്ഥലം മടുത്തു, ഈ ശബ്ദകോലാഹലം എന്ത് രസമാണ്, അവരുടെ ആ സന്തോഷം, നൃത്തം, അത് വളരെ നല്ലതാണ്. എന്നാൽ ഈ ഇരുട്ടുമുറിയിൽ നിന്ന് ഞാൻ എന്നൊന്ന് പുറത്തു വരും. ഞാൻ അങ്ങനെ ഒന്ന് വന്നാൽ എല്ലാം എനിക്ക് കാണാമല്ലോ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതിനെ പുറത്തു വരുത്തി. അതിൻ്റെ പുറത്ത്, പറങ്കിപ്പഴത്തിൻ്റെ പുറത്ത് അടിഭാഗത്തായി അതിനെ നിർമ്മിച്ചു. സന്തോഷത്തോടെ അത് ചുറ്റുപാടും വീക്ഷിച്ചു. ചെടികളും പൂക്കളും മൃഗങ്ങളും പക്ഷികളും എല്ലാം അവന് സന്തോഷകരമാക്കി. ദൈവമേ, എന്നെ ഇനി ആ ഏകാന്തതയുടെ ഇരുട്ടറയിലേക്ക് വിടരുതേ എന്ന് വീണ്ടും അത് പ്രാർത്ഥിച്ചു. ദൈവം അതും സമ്മതിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് കാട്ടിലെ ആ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. വീണ്ടും കാട് പഴയതുപോലെ നിശബ്ദമായി. ഭയങ്കരമായ കാറ്റും മഴയും ഒക്കെ ആഞ്ഞടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കഠിനമായ വേനൽ വന്നു. പറങ്കേണ്ടി നിരാശനായി. ഇതെന്തൊരു ലോകം! അവൻ നെടുവീർപ്പിട്ടു. കാറ്റും മഴയും തണുപ്പും ചൂടും അവനെ തളർത്തി. അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ സ്ഥലം വേണ്ട. വല്ലാത്ത കാലാവസ്ഥ, ഒരു സ്വസ്ഥതയുമില്ല. എന്നെ എൻ്റെ ആ പഴയ സ്ഥലം തന്നെന്നെ അവിടെ ഇരുത്താമോ? അതെത്ര നന്നായിരുന്നു. അവിടെ മഴയില്ല, വെയിലില്ല, ഇടിമിന്നലില്ല, വളരെ സുരക്ഷിതം. അവൻ ദിവസങ്ങളോളം ഉള്ളുരുകി അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥന വനത്തിലെ ഒരു രോധനമായി തന്നെ മാറി. ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. ഇതുപോലെയാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. ഒരുപക്ഷെ പാത്രം കഴുകുന്ന ജോലിയായിരിക്കാം, ഒരുപക്ഷെ ഉന്നത ജോലിയായിരിക്കാം. ആ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പോകുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. അരുതാത്ത വഴികൾ അതിനു വേണ്ടി അന്വേഷിക്കുന്നു, ചെയ്യുന്നു. ഏറ്റവും താഴെയുള്ള ജോലിയായാലും ഏറ്റവും ഉയരത്തിലുള്ള ജോലിയായാലും ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അത് വിശ്വസ്തയോടെ നമുക്ക് ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ലഭിച്ചതിൽ
വളരെ സന്തോഷത്തോടെ നമുക്ക് മുന്നേറാം. ലഭിക്കാത്തതിനെ ഓർത്ത് വ്യാകുലപ്പെടരുത്. ലഭിക്കാത്തത് നമുക്ക് യോഗ്യമല്ലാത്തത് കൊണ്ടാണ് ദൈവം നമുക്ക് തരാത്തതെന്ന് വിശ്വസിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ നന്മകളിൽ കണ്ണും നട്ട് എനിക്കത് ലഭിച്ചില്ലല്ലോ, എനിക്ക് ആ പദവി കിട്ടിയില്ലല്ലോ, എന്നെ അങ്ങനെ ആക്കിയില്ലല്ലോ എന്ന് ഓർത്ത് നിരാശപ്പെടാതെ, ഒരുപക്ഷെ വീടിനകത്തായാലും നമ്മുടെ ജോലിസ്ഥലങ്ങളിലായാലും മറ്റേത് പ്രസ്ഥാനങ്ങളിലായാലും അവരവരുടെ കഴിവനുസരിച്ച് തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തയോടെ നമുക്ക് മുന്നേറാം. ഉയരങ്ങളിലേക്ക് കണ്ണിനെ ഉയർത്താം. പ്രാർത്ഥനയോടെ ജീവിതം നയിക്കാം. നല്ലൊരു ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.